ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കല്യാണിയുടെ കസ്റ്റഡിക്കായിട്ട് പോലീസിൽ കേസ് കൊടുത്തിരിക്കുകയാണ് വീണ. അതിൻ്റെ ഹിയറിങ്ങിനെന്നോണം രണ്ടു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. കുഞ്ഞിനെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് CI രണ്ടുപേരെയും സംസാരിക്കാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. തുടർന്ന് വീണ പറയുകയാണ്, സാറേ, എൻ്റെ മോളെ പിടിച്ചു വെക്കാൻ ഇവർക്കാർക്കും യാതൊരു വിധമായ അവകാശവുമില്ല. പ്രത്യേകിച്ച് ഹരി എന്ന് പറയുന്ന ഈ മനുഷ്യനായിട്ട് ഇവൾക്ക് യാതൊരു വിധമായ രക്തബന്ധവും ഇല്ല. തുടർന്ന് രാമകൃഷ്ണൻ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് വീണയുമായിട്ട് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോഴേക്കും ഹരി പറയുകയാണ്, വേണ്ടമ്മാവ, ഇനിയൊന്നും പറയണ്ട, വിട്ടുകൊടുത്തേക്കാം. അമ്മയ്ക്ക് പകരമായി മറ്റാരും ഒന്നുമാകില്ലെന്നല്ലേ ഇവളീ പറഞ്ഞു വരുന്നത്. ഇത് കേൾക്കുന്ന രാമകൃഷ്ണൻ ഞെട്ടലോടെ നിൽക്കുമ്പോൾ വീണ സന്തോഷത്തോടെ ഹരിയെ നോക്കുകയാണ്. തുടർന്ന് ഹരി എസ്ഐയോട് പറയുകയാണ്, സാറേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവള് ഓൺലൈൻ മീഡിയാസിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം തന്നെ ഇവള് അവിവാഹിതയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പരിശോധിച്ചാൽ സാറിനും അത് തന്നെ മനസ്സിലാകും. ഇവൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട, ഇവള് തന്നെയാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതും. ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഇവൾക്ക് വേണ്ടെന്നും ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തന്നെ ഹരി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വീണ. SI ദേഷ്യത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ സ്വകാര്യമായി വളർത്തണോ? അതിനുവേണ്ടിയാണോ നിങ്ങളിപ്പോൾ ഈ കേസും കൂട്ടങ്ങളുമായിട്ടൊക്കെ വരുന്നത്? ഇനിയും ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമുണ്ടാകൂ എന്നൊക്കെ തന്നെ ആ SI പറയുമ്പോൾ തനിക്ക് കേസൊന്നുമില്ലെന്ന് പറഞ്ഞ് പേടിയോടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് വീണ. അന്ന് ഹരിയും രാമകൃഷ്ണനും നന്ദിയോടെ SIയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവര് വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് രാമകൃഷ്ണൻ നിത്യയോട് പറയുകയാണ്, മോൾ ആ പറഞ്ഞ കാര്യം ഹരി അങ്ങോട്ട് എടുത്തിട്ടതുകൊണ്ടാ നമ്മൾ കേസും കൂട്ടങ്ങളൊന്നുമില്ലാതെ കല്യാണിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. തുടർന്ന് നിത്യയുടെ മടിയിൽ കിടന്നുകൊണ്ട് കല്യാണി ചോദിക്കുകയാണ്, നിത്യമ്മ ഇനി എന്നാ ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത്? ഇത് കേൾക്കുന്ന നിത്യ ഉത്തരമില്ലാതെ കല്യാണിയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നിത്യ സുജാതയുടെ അടുത്ത് നിൽക്കുന്നതാണ്. മോൾ എന്താണെങ്കിലും ഹരിക്ക് ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത് നന്നായെന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുകയാണ്, ഞാനൊരു പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹരി ഹൃദയം തകർന്നായിരുന്നേനെ അമ്മാവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സുജാതയ്ക്കും സന്തോഷമാവുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.